വിഭാഗീയത പരിഹരിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊല്ലത്ത് വിമതർക്കെതിരെ നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു വിഭാഗം. എന്നാൽ വിമതരെ കേൾക്കണമെന്നാണ് വിമതരുടെ വാദം. ജില്ലാ കമ്മിറ്റി പുരോഗമിക്കുകയാണ്. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, വിഭാഗീയത പരിഹരിക്കാനാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ അങ്ങോട്ട് എത്തിയത്. പക്ഷേ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്? ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലല്ലോ. ജില്ലാ കമ്മിറ്റി എങ്ങനെ പുരോഗമിക്കുന്നു? ധന്യ, ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും വരുന്നതിന് മുന്നോടിയായി വിഭാഗീയത പൂർണ്ണമായും ഒഴിവാക്കണം, അതെല്ലാം രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചത്. ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് നേരിട്ടെത്തി ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഇപ്പോൾ പങ്കെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന സമയത്താണ് ഇത്തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഇനി ആരും ഒരു കാരണവശാലും പ്രവർത്തകർ മുന്നോട്ട് വരരുത്, അതിന് ശക്തമായൊരു താക്കീത് നൽകിക്കൊണ്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നൊരാവശ്യമാണ് ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നത്. എന്നാൽ അതിന് മറുവശത്ത് നിന്നൊരു വാദമുണ്ടായത് എന്താണ് ഈ വിഭാഗീയത, അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഇത്തരത്തിൽ എതിർപ്പും വാക്കേറ്റം പ്രശ്നങ്ങളിലേക്കൊക്കെ പോയൊരു സാഹചര്യം, അതിനെക്കുറിച്ച് പരിശോധിക്കണം. മാത്രമല്ല അവർക്ക് എന്താണ് പറയാനുള്ളത്, അതായത് ഈ വിമതപക്ഷമെന്ന് പറയത്തക്ക ആ പക്ഷത്തിന് എന്താണ് നിലവിൽ പറയാനുള്ളത്, എന്താണ് അവരുടെ വിഷയങ്ങളെന്നുകൂടെ കേട്ടതിന് ശേഷം മാത്രം മുന്നോട്ട് പോയി മതിയ എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്, അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് PR വസന്തൻ ഉൾപ്പെടെയുള്ള, അതായത് കരുനാഗപ്പള്ളിയിൽ ഈ ലോക്കൽ കമ്മിറ്റികൾ പിടിച്ചെടുത്തു എന്ന ആരോപണം നേരിടുന്ന PR വസന്തൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. മാത്രമല്ല ജില്ലാ കമ്മിറ്റി യോഗത്തിലെ പ്രത്യേക ക്ഷണിതാവായിട്ടുള്ള ജില്ലയിലെ ഏറ്റവും മുതിർന്ന CPM നേതാക്കളിൽ ഒരാളായ PK ഗുരുദാസൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗൗരവം കണ്ടുകൊണ്ട് തന്നെയാണ്. സാധാരണയായി എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കില്ല, ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടറി വരുന്ന ഈ യോഗത്തിൽ അദ്ദേഹവും കൂടെ പങ്കെടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കേൾക്കണം. കാര്യം, ജില്ലയിൽ ഇത്തരത്തിൽ വിഭാഗീയത ഇത്രത്തോളം ഭയങ്കരമായി രൂക്ഷമായ ഒരു പരസ്യ പ്രതിഷേധത്തിൽ പോയൊരു സാഹചര്യം പരിശോധിച്ച് നടപടിയിൽ സ്വീകരിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും നേതാക്കളുടെ ഒരു ആവശ്യം. പക്ഷേ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ വിഷയങ്ങളാണ് വിമതർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേട്ട് കഴിഞ്ഞ് പാർട്ടിക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിലൊക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. പ്രത്യേകിച്ച് ഇനിയും ബാക്കി ലോക്കൽ സമ്മേളനങ്ങൾ ബാക്കിയുണ്ട്, സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയാണ്. അപ്പം എല്ലാവരെയും കേട്ടൊരു തീരുമാനത്തിലേക്കായിരിക്കുമോ, ഇല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം നേരിട്ടൊരു തീരുമാനം അറിയിക്കുകയായിരിക്കുമോ ഈ മീറ്റിങ്ങുകൾക്കൊക്കെ ശേഷം? ധന്യ, ഈ വിമതരെ കേൾക്കുക എന്ന് പറയുമ്പോൾ വിമതരെ എല്ലാവരെയും, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും കേൾക്കുക എന്നുള്ളതല്ല. നമുക്കറിയുന്നത് പോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ 2 വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് ഈ സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിയെ പ്രതിനിധീകരിക്കുന്ന വിഭാഗവും, മറ്റൊന്ന് ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തൻ്റെ വിഭാഗവും. അതായത് ഇവർ 2 പേരും ഈ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ആ ജില്ലാ സെക്രട്ടേറിയറ്റിലും സൂസൻ കോടി പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർക്ക് പറയാനുള്ളത്, അതായത് സൂസൻ കോടി വിഭാഗത്തിനാണ് അവിടെ വലിയ രീതിയിൽ നഷ്ടമുണ്ടായിരിക്കുന്നത്. 10-ൽ പല ലോക്കൽ കമ്മിറ്റികളും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് അവിടുത്തെ ഇത്തരത്തിൽ വിഭാഗീയതയിലേക്ക് നയിച്ച ഒരു കാര്യം. അപ്പോൾ അവർ 2 പേർക്കും പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം, അതായത് അവർക്ക് നഷ്ടമായ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി വന്നത് സൂസൻ കോടി വിഭാഗത്തിലെ ആളുകൾ എന്നുള്ളതാണ് PR വസന്തനോടും അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ എന്താണ് അവർക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അതിനെ കേൾക്കും. 2 പേർക്കും എന്തായാലും കൃത്യമായി ഇനി ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകരുതെന്നുള്ളൊരു നിർദ്ദേശം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരെയും കേൾക്കുന്നതിന് പകരം നേതാക്കൾക്ക് കളക്റ്റീവായി അത് പറയേണ്ടുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ച് ആരൊക്കെ പങ്കെടുത്തു, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ ജില്ലാ നേതൃത്വം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നടപടിയിലേക്ക് കടക്കുമോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് ഉയരുന്ന ചോദ്യം. ധന്യ. ശരി ലിജോ.